എല്ലാവർക്കും നമസ്കാരം. പിങ്കി സ്റ്റെയർസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എല്ലാ ദിവസവും അടുക്കളയിലൊക്കെ പാചകം ചെയ്യുമ്പോൾ ഉപകാരപ്പെടുന്ന കുറച്ച് കിച്ചൺ ടിപ്സ് നോക്കാം. അപ്പോൾ അതിൽ ആദ്യത്തെ ടിപ്പ്, നമ്മൾ മിക്കവാറും തന്നെ ഇരുമ്പിൻ്റെ ചട്ടിയിലൊക്കെ ദോശ ചൂടാറുണ്ട്. അപ്പോൾ ദോശ ചൂടുമ്പോൾ നമ്മൾ എണ്ണ പുരട്ടി കൊടുക്കാറുണ്ട്. അപ്പോൾ എണ്ണ പുരട്ടി കൊടുക്കാനായിട്ട് എപ്പോഴും എണ്ണ എടുത്ത് അത് പുരട്ടി കൊടുക്കുമ്പോൾ കൂടുതൽ എണ്ണ ചിലവാവാറുണ്ട്. അപ്പോൾ നമ്മുടെ ദോശയിലൊക്കെ കൂടുതൽ എണ്ണ പിടിക്കും. അത്രയും എണ്ണ നമ്മുടെ ശരീരത്തിൽ ചെല്ലേണ്ട ആവശ്യവുമില്ല. അപ്പോൾ നമുക്കിന്ന് അങ്ങനെ എണ്ണ പുരട്ടി കൊടുക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന, അതേസമയം കുറച്ച് എണ്ണ മാത്രം ചിലവാകുന്ന ഒരു മെത്തേഡ് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഈ സ്പ്രേ ബോട്ടിലേക്ക് നിങ്ങൾ ദോശയ്ക്കൊക്കെ പുരട്ടാനായിട്ട് ഉപയോഗിക്കുന്ന എണ്ണ ഏതാണോ എന്ന് വെച്ചാൽ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ വെളിച്ചെണ്ണ ഈ സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നല്ലെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒത്തിരി ഒഴിക്കേണ്ട, കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളത് വെള്ളമാണ്. അപ്പോൾ കുറച്ച് വെള്ളം, ഏതാണ്ട് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ഒഴിക്കുക. അതായത് നിങ്ങൾ എത്രത്തോളം വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ പകുതി അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാനിപ്പോൾ ഒരു ഫണൽ വെച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഈ ബോട്ടിൽ അടച്ച് നമുക്ക് ഇത് എണ്ണ പുരട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ ദോശക്കല്ല് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. എല്ലാ ഭാഗത്തേക്കും എണ്ണ ആയിക്കോളും. ഒത്തിരി എണ്ണ ആവില്ല. പിന്നെ വെള്ളവും എണ്ണയും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ദോശക്കല്ല് പുരട്ടുന്നതും നല്ലതാണ്. അപ്പോൾ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് അടിക്കൊന്നും പിടിക്കാതെ ദോശ ചുട്ടെടുക്കാനായിട്ടും സാധിക്കും. പലർക്കും പലപ്പോഴും തോന്നാറുള്ളൊരു പ്രശ്നമാണ് കാസറോളിൽ ചൂട് നിൽക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ കാസറോളിൽ അധികം നേരം ചൂട് നിൽക്കുന്നില്ലെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് അടുത്തത്. അപ്പോൾ കാസറോളിൽ ചൂട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പോവാണ്. വേറെ ഒന്നുമല്ല, ഈ കാസറോളിലേക്ക് നമുക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നല്ല ചൂടുള്ള തിളച്ച വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ അടുപ്പ് അടച്ച് ഒരു 15 മിനിറ്റ് നേരം വെക്കുക. അതിൽ കൂടുതൽ നേരം വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. മാക്സിമം ഒരു അരമണിക്കൂറൊക്കെ വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അതിനുശേഷം നമുക്ക് എന്ത് സാധനമാണോ ഈ കാസറോളിൽ എടുത്ത് വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒഴിച്ച ചൂടുവെള്ളം കളഞ്ഞ ശേഷം അതിൽ നമ്മൾ ചൂടാറാതെ വെക്കാൻ ഉദ്ദേശിക്കുന്ന സാധനം എടുത്ത് വെക്കുകയാണെങ്കിൽ കുറേ സമയം കാസറോളിൽ ചൂട് നിൽക്കും. അങ്ങനെ ചൂട് പോകുന്നുള്ള പരാതിയും ഉണ്ടാവില്ല. അപ്പോൾ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തതും കാസറോളായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഉള്ളൊരു ടിപ്പാണ്. നമ്മൾ പലപ്പോഴും കടല അല്ലെങ്കിൽ വൻപയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെള്ളത്തിലിടാൻ മറന്നു പോകാറുണ്ട്. അപ്പോൾ കടലയൊക്കെ വെള്ളത്തിലിടാൻ മറന്നു പോവാണ്, അല്ലെങ്കിൽ വൻപയറൊക്കെ നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കാസറോളിൻ്റെ പാത്രത്തിലേക്ക് നമുക്ക് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള കടല വൻപയറൊക്കെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ച് ഒരു മണിക്കൂർ നേരം മിനിമം വെക്കുകയാണെങ്കിൽ ഇത് നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. കുക്കറിലല്ല നമ്മൾ സാധാരണ അടുപ്പത്തിട്ടാണ് വേവിക്കുന്നതെങ്കിലും പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ തലേ ദിവസം വെള്ളത്തിലിടാൻ മറന്നു പോയാലും വിഷമിക്കേണ്ട കാര്യമില്ല. ഈ ഒരു മെത്തേഡിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് വേവിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇനി 4ാമത്തെ ടിപ്പ്, നമ്മൾ പലപ്പോഴും കുക്കറിൽ പരിപ്പ്, കടല അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേവിക്കുമ്പോൾ അത് തിളച്ച് പുറത്തേക്ക് വെള്ളം ഒഴുകി വരാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണിത്. അപ്പോൾ കുക്കറിൻ്റെ ആ വിസിലിൻ്റെ ഭാഗത്തായിട്ട് ഒരു തുണി നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക. ഉള്ളിലല്ല, ജസ്റ്റ് പുറത്തായിട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ കുക്കറിൽ വിസിലടിക്കുമ്പോൾ അതിൽ നിന്ന് പുറത്ത് വരുന്ന വെള്ളമൊക്കെ ഈ തുണിയിൽ പറ്റിപ്പിടിച്ചോളും. അത് പുറത്തേക്ക് ഒഴുകി ഗ്യാസിൽ വീഴുമോ അല്ലെങ്കിൽ നമ്മുടെ ടൈലിലൊക്കെ തെറിക്കുകയോ ഒന്നും ചെയ്യില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ തുണി വെച്ച് കൊടുക്കുമ്പോൾ കുറച്ച് ടൈറ്റായിട്ട് വെച്ച് കൊടുക്കുക. താഴേക്കൊന്നും പോവാതെ, അതായത് തീയിലൊന്നും വീഴാത്ത രീതിയിൽ നന്നായിട്ട് വെച്ച് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. നമ്മൾ പലപ്പോഴും ക്യാരറ്റൊക്കെ വീട്ടിൽ വാങ്ങിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചീത്തയായി പോവാറുണ്ട്. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാലും കുറച്ച് നാൾ കഴിയുമ്പോൾ, അതായത് ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും അത് ചീഞ്ഞ് പോവാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനുള്ള ഒരു ടിപ്പാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ക്യാരറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ തലയുടെ ഭാഗവും അതിൻ്റെ വാലിൻ്റെ ഭാഗവും, അതായത് ആ നെറ്റ് വരുന്ന ഭാഗവും പിന്നെ താഴത്തെ ഭാഗവും ഒന്ന് കട്ട് ചെയ്ത ശേഷം നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് ചീഞ്ഞൊന്നും പോവില്ല. ഒരു 2-2.5 ആഴ്ച വരെയൊക്കെ ക്യാരറ്റ് യാതൊരു കാരണവശാലും കേടാവാതെ അതുപോലെ വാടി പോവാതെയൊക്കെ ഫ്രഷായിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ കട്ട് ചെയ്ത ശേഷം ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ബോക്സിലാക്കി വെക്കുകയാണെങ്കിലാണ് നമുക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുക. ഒത്തിരി നാൾ കേടാവാതെ ഇരിക്കുക. അപ്പം ഞാനിത് കട്ട് ചെയ്ത ശേഷം ഇതുപോലുള്ളൊരു പാത്രത്തിലാക്കിയിട്ട് അടച്ച്
ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു 2.5-3 ആഴ്ച വരെയൊക്കെ എൻ്റെ ക്യാരറ്റ് കേടാവാതെ ഇരിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ പച്ചമുളക് കട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ശരിയാക്കുമ്പോൾ അല്ലെങ്കിൽ മീനിലൊക്കെ പുരട്ടാനായിട്ട് വറുക്കുന്ന മീനിലൊക്കെ പുരട്ടാനായിട്ട് മുളകൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ കൈ പലപ്പോഴും എരിയാറുണ്ട്. ചിലരുടെ കൈക്കൊക്കെ ഭയങ്കര സെൻസിറ്റിവിറ്റി ആയിരിക്കും. അപ്പോൾ ഭയങ്കരമായിട്ട് കൈ എരിഞ്ഞ് ചുമന്ന് ആകെ പ്രശ്നമാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നമ്മൾ ഈ മുളകൊക്കെ എടുക്കുന്നതിന് മുന്നായിട്ട് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ഒന്ന് പുരട്ടിയ ശേഷം നമ്മൾ ഈ പച്ചമുളകൊക്കെ അരിയുക അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരിയുക അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ കൈ അധികം എരിയൊന്നുമില്ല. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ എടുത്താൽ മതി. ഞാനിപ്പോൾ എടുത്തപ്പോൾ ഇത്തിരി കൂടിപ്പോയി. അപ്പോൾ ഇത്ര എടുക്കേണ്ട ആവശ്യമില്ല. വളരെ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് കയ്യിലൊക്കെ ഒന്ന് പുരട്ടിയ ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തയ്യാറാക്കുകയോ അല്ലെങ്കിൽ മീനൊക്കെ പുരട്ടാനുള്ള മുളക് കൂട്ട് തയ്യാറാക്കുകയൊക്കെ ചെയ്താൽ മതി. അപ്പോൾ അധികം കൈയൊന്നും എരിയാതെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇഞ്ചിയൊക്കെ വാങ്ങുമ്പോൾ ഇഞ്ചിയുടെ ഇടയിലൊക്കെ നല്ലോണം മണ്ണുണ്ടാവാറുണ്ട് ചിലപ്പോൾ. അപ്പോൾ നമ്മൾ ടാപ്പ് വാട്ടറിൽ ഒരുപാട് നേരം നിന്ന് ഇഞ്ചിയൊക്കെ കഴുകാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ പോവും. പിന്നെ അങ്ങനെ തൊലി പോവുകയാണെങ്കിൽ നമ്മളത് ഫ്രിഡ്ജിലെടുത്ത് വെക്കുമ്പോൾ പെട്ടെന്ന് കേടായി പോവുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇഞ്ചി നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് എപ്പോഴും ഒരു ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുവാണെങ്കിൽ ആ ഇഞ്ചിയിലെ തൊലിയൊന്നും അധികം പോവില്ല. മാത്രമല്ല മണ്ണൊക്കെ നന്നായി പോയും കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്ത ശേഷം നമ്മൾ ഇഞ്ചി സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ കേടുകൂടാതെ ഇഞ്ചി ഇരിക്കുകയും ചെയ്യും. ഇനി അടുത്തതായിട്ട് നമ്മൾ സവാളയൊക്കെ തൊണ്ട് കളഞ്ഞ് അത് അരിഞ്ഞെടുക്കുമ്പോൾ പലരുടെയും കണ്ണിൽ നിന്ന് വെള്ളം വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒത്തിരി വെള്ളമൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ, കണ്ണിൽ നിന്ന് ഒത്തിരി കണ്ണുനീര് വരുന്ന ആളുകളാണെങ്കിൽ സവാള ജസ്റ്റ് തൊലിയൊക്കെ കളഞ്ഞ ശേഷം കുറച്ച് സമയം ഒരു മിനിറ്റ് നേരം ഫ്രീസറിലൊന്ന് വെക്കുക. അതിനുശേഷം നമ്മൾ അരിയുവാണെങ്കിൽ കണ്ണിൽ നിന്ന് അധികം കണ്ണുനീരൊന്നും വരില്ല. നമുക്ക് കണ്ണിൽ നിന്ന് വെള്ളമൊന്നും വരാതെ സവാള അരിഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് വെളുത്തുള്ളിയൊക്കെ പെട്ടെന്ന് തൊണ്ട് കളഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി പൊളിക്കാനായിട്ട് കത്തി കൊണ്ട് പൊളിച്ച് വരുമ്പോൾ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ വെളുത്തുള്ളി എടുത്തിട്ട് നമ്മൾ ചതയ്ക്കാനൊക്കെ ഇരിക്കുന്ന കല്ല് ഉപയോഗിച്ച് 2-3 അടി അടിച്ച് കൊടുക്കുകയാണെങ്കിൽ വെളുത്തുള്ളി എളുപ്പത്തിൽ പൊളിഞ്ഞ് കിട്ടും. നല്ല ശക്തിയായിട്ട് അടിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ പൊളിഞ്ഞ് കിട്ടും. ഒരു 3-4 അടി അടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ തൊണ്ടുകളൊക്കെ തിരിഞ്ഞ് കിട്ടും. അപ്പോൾ വെളുത്തുള്ളി ചതഞ്ഞ് പോവും. അപ്പോൾ വെളുത്തുള്ളി ചതച്ചെടുക്കാനുള്ള ആവശ്യങ്ങൾക്ക് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ അടിച്ചെടുക്കാം. അതല്ല ജസ്റ്റ് നമുക്ക് അരിഞ്ഞെടുക്കാനാണ് ആവശ്യമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒരു 2-3 അടി അടിച്ച് കൊടുത്ത ശേഷം നമ്മളത് നോക്കുകയാണെങ്കിൽ അതിൽ നിന്ന് വെളുത്തുള്ളിയുടെ തൊണ്ടൊക്കെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ നമുക്ക് വെളുത്തുള്ളിയുടെ ഓരോ അല്ലിയുടെയും തൊണ്ട് ഈസി ആയിട്ട് കളഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വെളുത്തുള്ളി പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ സാധിക്കും. ഇനി നമ്മൾ പലപ്പോഴും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി കഴിയുമ്പോൾ നമ്മുടെ കൈക്ക് ഒരു പൊട്ട സ്മെല്ല് വരാറുണ്ട്. അപ്പോൾ നമ്മൾ കൈ സോപ്പിട്ട് കഴുകിയാലൊന്നും ആ സ്മെല്ല് അങ്ങനെ പോവാറൊന്നുമില്ല. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ വെളുത്തുള്ളി നന്നാക്കി കഴിഞ്ഞ ശേഷം നമ്മുടെ കയ്യിൽ കുറച്ച് പേസ്റ്റ് പുരട്ടി കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നമ്മൾ കൈ കഴുകുകയാണെങ്കിൽ കയ്യിൽ വെളുത്തുള്ളിയുടെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. നല്ലൊരു ഫ്രഷ്നെസ് നമ്മുടെ കൈക്ക് കിട്ടും. പശപ്പോ അല്ലെങ്കിൽ വെളുത്തുള്ളിയുടെ ആ ഒരു ദുർഗന്ധം ഒന്നും നമ്മുടെ കൈക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ ഈ ടിപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ടിപ്സുകളൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.